2025 ഹജ്ജ് ചെയ്തവർക്ക് നിങ്ങൾ അടച്ച ടാക്സ് റീഫണ്ട് കിട്ടുന്നു. അതെ, 2025 ഹജ്ജ് ചെയ്തവർക്ക് 33,000 രൂപയോ അതിലധികമോ റീഫണ്ട് കിട്ടും. അതായത് നിങ്ങൾ ട്രാവൽ ഏജൻസിക്ക് ഒരു എമൗണ്ട് കൊടുക്കുമ്പോൾ ആ ഒരു കൊടുക്കുന്ന എമൗണ്ടിൽ 5% നിങ്ങൾ TCS എന്ന് പറഞ്ഞിട്ട് ടാക്സ് ആയിട്ട് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ആ ഒരു എമൗണ്ട് നിങ്ങൾ ടാക്സ് അടക്കാൻ ലേബിൾ ആയിട്ടുള്ള വ്യക്തിയല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് 100% നിങ്ങൾക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇവർ ആൾറെഡി അടച്ച എമൗണ്ട് 6,25,000 രൂപയാണ്. ഇതിൽ അവർ ടാക്സ് ആയിട്ട് എക്സ്ട്രാ കൊടുത്ത എമൗണ്ട് 32,857 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഒരു ജെനുവിൻ കേസാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്തിട്ട് അവർക്ക് എമൗണ്ട് 100% റീഫണ്ട് ആക്കി കൊടുത്താണ്. കാരണം അവർക്ക് വേറെ ടാക്സ് ലയബിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിപ്പോൾ ഗവൺമെൻറ് വഴി പോയവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ടാക്സ് തിരിച്ച് കിട്ടില്ല. കാരണം അവർ ഈ ടാക്സ് അടക്കുന്നില്ല. ഈ ടാക്സ് അടച്ചവർക്ക് മാത്രമേ തിരിച്ച് കിട്ടുള്ളൂ. ഇങ്ങനൊരു ടാക്സ് റീഫണ്ട് കിട്ടുമെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ ഹജ്ജ് ചെയ്ത പലരും ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് അവർക്ക് ഇനി ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ആക്ച്വലി 2025 ഹജ്ജ് ചെയ്തവർക്ക് മാത്രമേ ഇപ്പം കറൻറ്റ്ലി റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുന്നേ ചെയ്തവർക്ക് പറ്റില്ല. ഇപ്പോൾ 2026 ചെയ്തവർക്കാണെങ്കിലും അടുത്ത വർഷമേ പറ്റുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 2025 ഹജ്ജ് ചെയ്ത നിങ്ങളോ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഫൈസ് മുഹമ്മദ്.